മലപ്പുറം KSRTC ബസ് ടെർമിനൽ കം ഷോപ്പിംഗ് കോംപ്ലക്സ് പ്രവർത്തനം ആരംഭിച്ചു. ഗതാഗത വകുപ്പ് മന്ത്രി KV ഗണേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. ടെർമിനലിന്റെ രണ്ടാം ഘട്ട നിർമ്മാണം 3 മാസത്തിനകം ആരംഭിക്കുമെന്ന് മന്ത്രി പറഞ്ഞു. 4 നിലകളിലായി 37,445 ചതുരശ്ര അടി വിസ്തീർണമാണ് ടെർമിനലിനുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ യാത്രക്കാർക്ക് ബസ് കാത്തു നിൽക്കുന്നതിനുള്ള സൗകര്യങ്ങളും ശൗചാലയങ്ങളും അത്യാധുനിക രീതിയിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. മഴയും വെയിലും ഏൽക്കാതെ യാത്രക്കാർക്ക് ബസ് കയറി ഇറങ്ങാൻ പറ്റുന്ന മേൽക്കൂരയോടുകൂടിയ ബസ് ബേയും ഇന്റർലോക്ക് പതിച്ച യാർഡും ഇതോടൊപ്പം നിർമ്മിച്ചു. അധിക വരുമാനം ലക്ഷ്യമാക്കി വാണിജ്യാവശ്യങ്ങൾക്കായി സ്ഥാപിച്ചിട്ടുള്ള 14 കടമുറികളും ഇവിടെയുണ്ട്. ഇതിൽ 13 മുറികളും ലേലം ചെയ്തു. പാസഞ്ചർ ലോഞ്ച്, AC വെയിറ്റിംഗ് ഹാൾ, പൂന്തോട്ടം, പബ്ലിക് അഡ്രസ്സിംഗ് സിസ്റ്റം എന്നീ സൗകര്യങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട്. ഞാൻ ഈ അവസരത്തിൽ ഹൃദയത്തിന്റെ ഭാഷയിൽ അദ്ദേഹത്തിന്റെ ആത്മാർത്ഥത്തെ ആരും ചോദ്യം ചെയ്യരുത്. സത്യസന്ധമായി അദ്ദേഹം പ്രവർത്തിക്കുന്നു. എന്നെ തന്നെ നമ്മൾ ഒന്നുമില്ലെങ്കിൽ ഒന്ന് കാണും. ഇതിനറിയാം, വെറുതെ ഇന്ന് വന്നത് വെറുതെ ഒന്ന് കാണാൻ വന്ന ഒരൊറ്റ പോക്കാണ്. ഇവിടെ കൂടെ കയറി അവിടെ കൂടെ ഇറങ്ങിയത്. പക്ഷെ ആ ഒരു താല്പര്യം ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ഞാൻ തന്നെ ചോദിക്കും, എന്തായി മലപ്പുറത്ത്, എന്തായി മലപ്പുറത്ത്, ഞാൻ ഇന്ത്യയെ കാണുമ്പോൾ എന്തായി മലപ്പുറത്ത്. അത് വളരെ സന്തോഷം. ആ നമ്പർ ഇട്ട് തരണമെന്ന് പറയുമ്പോൾ അദ്ദേഹം പറയുന്നതിന് ഉറപ്പുണ്ട്. അത് ഞാൻ ഏറ്റു, അതിട്ട് തരും. ഞങ്ങളുടെ മുനിസിപ്പാലിറ്റിയാണ്, ഞങ്ങൾ ചെയ്യും. നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രശ്നമില്ല. അതെന്നെ അത്ഭുതപ്പെടും. മറ്റു പല സ്ഥലങ്ങളിൽ നമ്പർ ഇട്ടില്ല. അതിന്റെ പ്രതിസന്ധി KSRTC അനുഭവിച്ചു. P. ഉബൈദുള്ള MLA-യുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച 2.15 കോടി രൂപ ചെലവിലാണ് ആദ്യഘട്ട നവീകരണം പൂർത്തിയാക്കിയത്. ബാക്കി പ്രവൃത്തികൾക്കായി സർക്കാർ 5 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മലപ്പുറം.